ഹായ് ഫ്രണ്ട്സ്, ഏതോ ജന്മകൽപ്പനയുടെ ഇനി വരാൻ പോകുന്ന ഒരു എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ അശ്വിൻ്റെ വീട്ടിൽ വീണ്ടും ഒരു ചടങ്ങ് വരികയാണ് കേട്ടോ. അപ്പോൾ അത് ആകാശിൻ്റെയും പ്രീതിയുടെയും ഒരു ചടങ്ങാണ്. അപ്പോൾ വധൂവരന്മാരൊക്കെ ആശീർവദിക്കാനായിട്ട് അവരുടെ ബന്ധുക്കൾ എല്ലാവരും കൂടെ ഒത്തുകൂടുന്ന ഒരു ചടങ്ങാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ശ്രുതിക്ക് ഒരു ഡ്രസ്സൊക്കെ കൊണ്ടു കൊടുക്കുന്നുണ്ട് അഞ്ജലി. അപ്പോൾ അയാൾ ഡ്രസ്സ് ശ്രുതി ധരിക്കുന്നുണ്ട്. ശ്രുതി ഇട്ടതിന് ശേഷം ശ്രുതി പെട്ടെന്നിങ്ങനെ ശ്രുതിയുടെ കാലുമേലത്തെ കൊലുസ് ഇങ്ങനെ താഴെ വീണ് പോവുകയാണ്. ഈ സമയത്ത് പെട്ടെന്ന് ശ്രുതി കൊമ്പിടുന്ന സമയത്ത് ശ്രുതി ഇട്ടിരിക്കുന്ന ഡ്രസ്സിൻ്റെ ബ്ലൗസ് കീറിപ്പോവുകയാണ്. അങ്ങനെ കീറിപ്പോകുന്ന സമയത്ത് വേഗം ശ്രുതി അയ്യോ ഇനി എന്ത് ചെയ്യും, എൻ്റെ കയ്യിലുണ്ടായിരുന്ന ഡ്രസ്സൊക്കെ ഒരു അഞ്ജലിക്ക് കൊടുത്ത ഡ്രസ്സാണല്ലോ ശ്രുതി ഇട്ടിരുന്നത്, അതൊക്കെ തിരിച്ചു കൊടുക്കുകയും ചെയ്തു. ഇനി വേറെ ശ്രുതിക്ക് ഡ്രസ്സ് ഇല്ല. അപ്പോൾ എത്രയും പെട്ടെന്ന് ഈ ബ്ലൗസ് തുന്നിയെടുക്കണം, കാരണം ആൾക്കാരൊക്കെ വരികയല്ലേ. അപ്പം അതുകൊണ്ട് തന്നെ ശ്രുതി എന്ത് ഡ്രസ്സ് ഇടുന്നിങ്ങനെ ആലോചിക്കുന്ന സമയത്താണ് അശ്വിൻ്റെ ഷർട്ട് കാണുന്നത്. അപ്പോൾ വേഗം തന്നെ ശ്രുതി അശ്വിൻ്റെ ഷർട്ട് എടുത്തിട്ടിട്ട് അത് തുന്നാനായിട്ട് നിൽക്കുകയാണ് കേട്ടോ. ആ തുന്നാനായിട്ട് നിൽക്കുന്ന സമയത്ത് മനോരമ ആ ഭാഗത്ത് കൂടെ ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നുണ്ട്. അശ്വിൻ്റെ ശ്രുതിയുടെയും പെരുമാറ്റത്തിലൊക്കെ എന്തൊക്കെയോ ഒരു സംശയം തോന്നിയിട്ട് ഒരു ബൈനോക്കുലറൊക്കെ സംഘടിപ്പിച്ചിട്ട് അവർ വാച്ച് ചെയ്യാനായിട്ട് നിൽക്കുന്നുണ്ട്. ഈ സമയത്താണ് ശ്രുതിയുടെ അടുത്തേക്ക് അശ്വിൻ വരുന്നത്. അശ്വിനാണെന്നുണ്ടെങ്കിൽ ശ്രുതിൻ്റെ അടുത്തേക്ക് വന്നത് 2 വളകൾ കൊടുക്കാനാണ് കേട്ടോ. അതായത് അഞ്ജലി അമ്മേരെ വളകളാണ്, ഇത് ശ്രുതിക്ക് ഇട്ട് കൊടുക്കണം എന്ന് പറഞ്ഞിട്ട് അശ്വിൻ്റെ കയ്യിൽ 2 വളകൾ കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് കൊടുക്കാനായിട്ട് അശ്വിൻ വരികയാണ്. ഈ സമയത്താണ് ശ്രുതി അശ്വിൻ്റെ ഷർട്ട് ഇട്ടിട്ട് ഇങ്ങനെ നിൽക്കുന്നത് കാണുന്നത്. അശ്വിൻ്റെ ഷർട്ട് ഇട്ടിട്ട് നിൽക്കുമ്പോൾ അശ്വിനെ കാണുമ്പോഴേക്കും പേടിച്ചിട്ട് വേഗം തന്നെ കർട്ടൻ്റെ മറയിലേക്ക് ശ്രുതി പോകുന്നുണ്ട്. അശ്വിൻ വരുമ്പോൾ ഇത് കാണുമ്പോൾ അശ്വിന് ഭയങ്കരമായിട്ട് ദേഷ്യം വരികയാണ്, കല്ലി വന്നിട്ട് നിൽക്കുകയാണ്. ഈ സമയത്താണ് നമ്മൾ മനോരമയാണെന്നുണ്ടെങ്കിൽ ബൈനോക്കുലർ വഴി ജനലിലൂടെ ഇവരെ വാച്ച് ചെയ്യുന്നത് അശ്വിൻ കാണുന്നത്. അപ്പോൾ അശ്വിനാണെന്നുണ്ടെങ്കിൽ ദേഷ്യം വരുന്നുണ്ട്. പക്ഷേ ആ ദേഷ്യം സഹിച്ച് കടിച്ച് പിടിച്ച് ശ്രുതിയുടെ അടുത്തേക്ക് ചെല്ലാണ്. ശ്രുതിയുടെ അടുത്തേക്ക് ചെന്നിട്ട് ശ്രുതിനെ ഇങ്ങനെ അടുപ്പിച്ച് പിടിച്ചിട്ട് പറയുന്നുണ്ട്, നിനക്കൊരു ഷർട്ട് ഇടാൻ പോലും അറിയില്ലെന്ന് ചോദിച്ചിട്ട് ആ കോളറൊക്കെ ശരിക്കും മടക്കി വെച്ച് കൊടുക്കുകയാണ്. ശ്രുതിയാണെന്നുണ്ടെങ്കിൽ ഞെട്ടിത്തെറിച്ച് നിൽക്കുകയാണ്. കാരണം അശ്വിൻ വന്നിട്ട് ശ്രുതിനെ വഴക്ക് പറയുന്നൊക്കെയാണ് കേട്ടോ ശ്രുതി വിചാരിച്ചത്. പക്ഷേ നേരെ വിപരീതമായിട്ട് അശ്വിൻ സ്നേഹത്തോടു കൂടി പെരുമാറുമ്പോൾ ശ്രുതി ഇങ്ങനെ അന്തം വിട്ട് നിൽക്കുകയാണ്. മനോരമയാണെന്നുണ്ടെങ്കിൽ ഇവരെ വാച്ച് ചെയ്യുന്നത്. അപ്പോൾ അശ്വിനാണെന്നുണ്ടെങ്കിൽ സൈഡിൽ കൂടെ മനോരമനെ നോക്കുന്നുണ്ട്. മനോരമ അവിടെ ഉള്ളതുകൊണ്ട് തന്നെ നല്ല സ്നേഹത്തിൽ അശ്വിനിങ്ങനെ ശ്രുതിനെ ചേർത്ത് പിടിച്ചിട്ട് ഇങ്ങനെ ഷർട്ടിൻ്റെ കോളറൊക്കെ ശരിയാക്കി കൊടുത്തിട്ട് ഇങ്ങനെ പറയുന്നുണ്ട്, ഇന്ന് ഇതാണോ നീ ഇടുന്നത് ഡ്രസ്സ്, ഇന്നിവിടെ ഫംഗ്ഷൻ നടക്കല്ലേ, അപ്പോൾ ഈ ഡ്രസ്സാണോ നീ ഇടുന്നത്, എന്തായാലും നിനക്ക് നന്നായി ചേരുന്നുണ്ട് ഈ ഡ്രസ്സ് എന്നൊക്കെ പറയും. അതിന് ശേഷം ശ്രുതിൻ്റെ അവിടെ ഒരുത്തിൽ പിടിച്ചിരുത്തുന്നുണ്ട്. പിടിച്ചിരുത്തിയതിന് ശേഷം നിനക്ക് ഞാനൊരു സാധനം തരാൻ പോകുകയാണെന്ന് പറയും കേട്ടോ. അപ്പോൾ എന്താണെന്ന് ഇങ്ങനെ മനോരമ ഇങ്ങനെ നോക്കുന്നുണ്ട്. അപ്പോൾ ശ്രുതിയാണെന്നുണ്ടെങ്കിൽ ഒന്നും മിണ്ടാൻ പറ്റാതെ അങ്ങനെ തരിച്ച് നിൽക്കുകയാണ്. അപ്പോൾ വേഗം തന്നെ അശ്വിനെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ വളകൾ എടുക്കുകയാണ്. അമ്മയുടെ വളകളാണ് അഞ്ജലി ശ്രുതിനെ ഇടിപ്പിക്കാനായിട്ട് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് അതിലൊരു വള എടുത്തിട്ട് ശ്രുതിനെ കൈ പിടിക്കുകയാണ്. ശ്രുതിയുടെ കൈ പിടിച്ച് നോക്കുമ്പോൾ ശ്രുതി ഈ ഇട്ടിരിക്കുന്ന ഷർട്ടൊക്കെ കീറിയിട്ടുണ്ട് കേട്ടോ. കീറിയെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ശ്രുതി ഇങ്ങനെ പിടിച്ച് വലിച്ചിട്ട് അത് കീറിയിട്ടുള്ളതാണ്. ശ്രുതിയാണെങ്കിൽ പേടിച്ച് അശ്വിൻ്റെ ഷർട്ട് കീറിയതിന് ഇനി വഴക്ക് പറയുമെന്നൊക്കെ ചോദിക്കും. നീ ഈ ഷർട്ട് കീറിയൊക്കെ ചെയ്തോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. പക്ഷേ കൂളായിട്ട് തന്നെ അശ്വിൻ ആ കൈ ഇങ്ങനെ കയറ്റി വെച്ചതിന് ശേഷം ഒരു വള ശ്രുതിയുടെ കയ്യിലിട്ട് കൊടുക്കുകയാണ്. ശ്രുതി പേടിച്ച് ഇങ്ങനെ ബാക്കിലേക്ക് നീങ്ങുന്നുണ്ടെങ്കിൽ ശ്രുതിനെ പിടിച്ച് വലിച്ച് നീക്കി നിർത്തിയിട്ട് അശ്വിനായി ഒരു വള ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം രണ്ടാമത്തെ ഒരു വളയും കൂടി ഇടാൻ പോകുമ്പോഴേക്കും ശ്രുതി അത് കയ്യിൽ വാങ്ങും. എന്നിട്ട് പറയും ഞാനിട്ടോളാം എന്ന് പറയും. അപ്പം മനോരമയാണെന്നുണ്ടെങ്കിൽ ആകെ തരിച്ച് നിൽക്കുകയാണ് കേട്ടോ. ഇത് ഞാൻ ഈ കാണുന്നത്, ഇത്രയും സ്വീറ്റായിട്ട് അശ്വിൻ പെരുമാറുന്നത് ഞാൻ ഇതുവരെയും കണ്ടിട്ടില്ലല്ലോ, അശ്വിൻ ഇങ്ങനെയൊക്കെ പെരുമാറാൻ അറിയോ എന്നൊക്കെ ആലോചിച്ചിട്ട് വേഗം തന്നെ അശ്വിൻ്റെ ശ്രുതിയുടെ റൂമിൽ നിന്ന് മനോരമ അവിടെ നിന്ന് പോണ സമയത്താണ് അശ്വിൻ ഇങ്ങനെ ശ്രുതിനെ പിടിച്ചിട്ടുണ്ടാവില്ല. ശ്രുതിനെ പെട്ടെന്ന് തന്നെ ഒരൊറ്റ തള്ളു കേട്ടോ. എന്നിട്ട് പറയുന്നുണ്ട്, ആൻറ്റി അവിടെ നിന്നിരുന്നു, മനോരമ ആൻറ്റി അവിടെ നിന്നിരുന്നു, അതുകൊണ്ടാണ് ഞാൻ നിന്നോട് ഇങ്ങനെയൊക്കെ പെരുമാറിയത്. 1 മിനിറ്റ് സമയം നിനക്ക് ഞാൻ തരും, അതിനുള്ളിൽ എൻ്റെ ഷർട്ട് നീ മാറ്റിയിരിക്കണം എന്ന് പറഞ്ഞിട്ട് പൊട്ടിത്തെറിക്കുന്നുണ്ട് കേട്ടോ. ശ്രുതി വേഗം തന്നെ പേടിച്ചിട്ട് അവിടെ നിന്ന് പോകുന്നുണ്ട്. നാളത്തെ എപ്പിസോഡിൻ്റെ റിവ്യൂ ആണ് പറഞ്ഞത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറക്കാതെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.